താങ്ക്സ്. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചുള്ളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചുള്ളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്ക്. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുക്കലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? നന്നായി. അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ. ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ. എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാനെന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണറ്, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് കാശ് കൊടുത്ത് എന്റെ പോ. ൊടിച്ച് ശ്രീരാമൻ സീതയെ നേടിയതുപോലെ കറങ്ങുന്ന ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം നെയ്ത് അർജുനൻ പാഞ്ചാലിയെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി തെറ്റാതെ അടുപ്പിച്ച് 5 പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ച ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. ഇവന്റെ മീശ പോകുന്നുള്ളത് ഉറപ്പാ. അല്ല, അവന്റെ അദ്ദേഹം ആദ്യ സംരംഭം വിജയിച്ച് 2ാമത്തതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തോ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ലവും മീശയും കൂടെ മിക്സ് ആക്കരുത്. മീശ പോയി. ഒരു മിനിറ്റ്. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചാക്കോച്ചനെ രക്ഷിക്കണമെന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും 4 പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോകില്ല. തോറ്റാൽ 2 പേരുടെയും മീശ പോകുന്നതാണ്. ആരുമില്ല. സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. അയ്യോ, എന്തുവാണ് ഇത്? സൗദി അറേബ്യ ബാസ്കറ്റ് എനിക്ക് മീശ കളയോത്രേ. എനിക്കിതൊന്നും കണ്ടുപിടിക്കാൻ വയ്യ. പടക്കൂ. ഹായ്. റൺ. അല്ല, മച്ചത് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇതന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ 60 കുളവും. അതെന്താടാ അങ്ങനെ? അയ്യേ, മച്ച മീശില്ലാതാണ് ഭയങ്കര വൃത്തിയാടാ. അയ്യോ, പഴമണ്ടാരം പോലെ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഞാൻ കേറട്ടാ. എനിക്ക് ബിസി. എടാ, ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ. അയ്യോ, പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ, നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ, അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കിട്ടി കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയതല്ലേ?
എന്റെ ശബരിമല മുരുക. അയ്യോ, ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ, സീരിയസ് ആണ്. അയ്യോ, ഓ, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ, ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ, മോർണിംഗ് സാർ. കുളയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ, കോർപ്പറേഷൻ യെസ്. കക്കൂസൊക്കെ ക്ലീൻ ആയി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ, നിന്നെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ, സോറി, കക്കൂസ് മാറി. അല്ല, ആള് മാറി. Listen, പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തായിരിക്കും. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ട് പിന്നെക്കോ? ദൈവമേ, അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാണോ? വെള്ളിയാഴ്ച ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പൊരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല, ഈ ടിവിയിലെ പരസ്യത്തില് മോഹൻലാലിന്റെ കുറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ, ഒരു ഉണ്ടം പൊരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഒരു 10 ഉണ്ടം പൊതിഞ്ഞെടുത്തോ, വീട്ടിൽ കൊണ്ടുപോകാനാ. വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ വെച്ച് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല, നിങ്ങളെ കഴിക്ക്. നിങ്ങൾ വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമ്പല്ലേ? അപ്പ അറിഞ്ഞില്ലേ, ഇവനാ സ്മിതയോട് ഇഷ്ക് പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ. പ്രേമോ ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാ മതി. പറഞ്ഞ? എടാ, നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയാൽ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ, മീശയില്ല പറമ്പില്ലാലി. ഈ അഡ്രസ്സിൽ കത്ത് വിട്ടോക്ക്, കിട്ടും നോക്കല്ല. പിന്നെ എടാ, ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് വന്നിട്ടില്ല. ചായ നിനക്കറിയില്ല, ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നേക്കണം. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്തിനാ തന്നത്? എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? അതെന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്തു പറ്റി സാർ? കാലെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. ഒരു കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. സോറി. അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും. ഗൗരി പ്ലീസ്. നോ നോ നോ, നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ.